വർത്തമാനകാല കേരളത്തിൽ ചില വിഭാഗങ്ങളെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മതനിരപേക്ഷ സമൂഹത്തിൽ ഐക്യപ്പെടലിന്റെ പേരിൽ മതധ്രുവീകരണത്തിന് ശ്രമിച്ചാൽ മതേതര സമൂഹം അംഗീകരിക്കില്ല എന്ന് KPMS സംസ്ഥാന ഉപാധ്യക്ഷൻ MT മോഹനൻ അഭിപ്രായപ്പെട്ടു. നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിച്ച് പുരോഗമന ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടവനക്കാട് വ്യാപാര ഭവൻ ജൂബിലി ഹാളിൽ ചേർന്ന 10ാമത് KPMS വൈപ്പിൻ യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും അവരുടെ വിവിധങ്ങളായ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി അത് വിധവകളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെങ്കിലും മറ്റു വിവാഹ ധനസഹായത്തിന് വേണ്ടിയാണെങ്കിലും പട്ടികജാതിക്കാരായ ആളുകൾ വിവാഹിതരായവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണെങ്കിലും ഉദ്യോഗാർത്ഥികളായ പട്ടികജാതി കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഏതാണ്ട് 1370 കോടി രൂപയിൽ 500 കോടി രൂപ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളത് നിങ്ങൾ എത്ര പേരാണ് ഭയാശങ്കയോടുകൂടി നോക്കിക്കാണുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. ഞാനവിടെ രാഷ്ട്രീയ പകപോക്കലെ സംബന്ധിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തെ ഭരണകൂടങ്ങൾ അവിടെ അന്വേഷിക്കുന്ന പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് ഭരണഘടന അനുസൃതമായി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും സംബന്ധിച്ച് ഡോക്ടർ BR അംബേദ്കർ എഴുതിവെച്ച ഭരണഘടനാദത്തമായ ഒരു പ്രീതിയുടെ അവകാശം നമുക്ക് ഏവർക്കുമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പരിശോധിക്കുവാനും പഠിക്കുവാനും അങ്ങനെ പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘടന കാലാകാലങ്ങളിലായി എടുക്കുന്ന മുദ്രാവാക്യങ്ങളിലും പ്രമേയങ്ങളിലും ഇത്തരം പോരായ്മകളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നതിന് ഗവൺമെന്റുകളിൽ നിർദ്ദേശം നൽകുന്നു. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘശക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം നാം ഓരോരുത്തരുടെയും പ്രവർത്തനം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. യൂണിയൻ പ്രസിഡന്റ് PK അജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ അഖിൽ K ദാമോദരൻ, രമാ പ്രതാപൻ, TA വേണു, യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഉഷാരാജൻ, യൂണിയൻ സെക്രട്ടറി TP ശിവപ്രസാദ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് TP സുരേഷ്, യൂണിയൻ ഭാരവാഹികളായ PC രമേഷ് കുമാർ, TA രതീഷ് കുമാർ, VK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഉഷാരാജൻ, സെക്രട്ടറി PK അജിത്ത്, ഖജാൻജി VK ബാബു എന്നിവർ ഉൾപ്പെട്ട 11 കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സഭയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ഓരോ വർഷവും മെച്ചപ്പെട്ടുകൊണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വാർഷിക സമ്മേളനം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൽ കഴിഞ്ഞിട്ടുള്ള സമ്മേളനം ഇന്നിപ്പോ നിങ്ങൾക്കത് വേദി കണ്ടാക്കുന്ന അറിയാൻ പറ്റും. അതേപോലെ അടുത്ത വർഷം ഇതിലും ഗംഭീരമാകും. അപ്പൊ ഓരോ വർഷം നമ്മളെ നയിക്കുന്ന ജനറൽ സെക്രട്ടറി പുന്നൽ സാറിന്റെ ഒരു ശുഷ്കാന്തിയും അതിന്റെ പഠന രീതിയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് 55ാമത് സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടന്നതിലാണ്. പൊതുസമ്മേളനം 15-ാം തീയതി. ഞാൻ ഈ എല്ലാ സഭാവാസികളോടും പറയുകയാണ്, നമ്മുടെ മാമാങ്കം പോലെ നമ്മുടെയും മാമാങ്കം 10 വർഷത്തിന് ശേഷമാണ് എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിൻ യൂണിയൻ ഏറ്റവും അടുത്ത യൂണിയനാണ് മലയാളികൾ. അപ്പൊ നമുക്കൊരു മാമാങ്കമായിട്ട് നിങ്ങൾ എല്ലാവരും കാണണം. നമ്മുടെ പൊതുസമ്മേളനത്തിലെ ശാഖയിലെ എല്ലാ അംഗങ്ങളും നമ്മുടെ ലൈൻ ബസ് വിളിച്ച് നമ്മളവിടെ എത്തിച്ചേരണം. നമുക്കറിയാവുന്നതാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ അംഗങ്ങൾ ഒറ്റയ്ക്ക് വരാമെന്ന് വെച്ചാൽ നടക്കില്ല. ശാഖ നേതൃത്വങ്ങൾ അത് മുന്നിട്ടുകൊണ്ട് അതിന് തീരുമാനമെടുത്ത് എല്ലാ അംഗങ്ങളെയും അവിടെ പങ്കെടുപ്പിക്കാനുള്ള സന്മനസ് ഓരോ ശാഖ അംഗങ്ങൾക്കും ഉണ്ടാകണം.